യേശുനാഥ ഒരു ശിശുവാ എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ എൻ പാപമേതു മായ്ച്ചു നീ ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ എല്ലാവരും ചേർന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ വിളിച്ചാരാധിക്കുക. രണ്ട് കൈകളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തിരുവോസ്തിരൂപനായ ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. അനവരതം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അനവരതം അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മക്കളും അതരം തുറന്ന് ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിച്ചാരാധിക്കട്ടെ. കർത്താവിനെ സ്തുതിച്ച് വിളിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൾ കൂപ്പി കർത്താവിനെ വിളിച്ചാരാധിച്ച് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായ കർത്താവ് യേശുമിശിഹ നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കാനായിട്ട് തിരുമനസ്സാകുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് അവിടുന്ന് നമ്മളെ നയിക്കുന്നത്. ഇന്ന് പ്രത്യേകമായും കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 16, 19 മുതലുള്ള ഏതാനും വചനഭാഗങ്ങളാണ് കർത്താവ് നമുക്കിന്ന് നൽകി അനുഗ്രഹിക്കുന്നത്. അതിപ്രകാരമാണ്: ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു.
അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകളുയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദൈവവചന ഭാഗം നമുക്ക് ഓരോരുത്തർക്കും അതിപ്രധാനപ്പെട്ട ഏതാനും വചനവിചിന്തനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം, ഈ ധനവാനും ലാസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അവർ ബന്ധുക്കളാണോ എന്ന്. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് ആ വചനഭാഗത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നത്. ഒരാവർത്തി വായിച്ചാൽ നമുക്ക് തോന്നും ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇവർ ബന്ധുക്കളല്ല എന്ന്. എന്നാൽ മനസ്സിരുത്തി വായിച്ച് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ധനവാനും ലാസറും ബന്ധുക്കളാണെന്ന് മനസ്സിലാകും. ബന്ധുക്കളാണെന്ന് മാത്രമല്ല, അവർ അടുത്ത ബന്ധുക്കളും രക്തബന്ധുക്കളുമാണ്. എങ്ങനെയാ അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധമെന്നോ? ഈ ധനവാൻ എന്ന മനുഷ്യൻ്റെ അപ്പനാണ് ലാസർ എന്ന ആ ദരിദ്രനായ ആ മനുഷ്യൻ. ധനവാന്റെ അപ്പനായിട്ട് വരും ലാസർ എന്ന ആ വ്രണം പിടിച്ച് ആ വീടിൻ്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ആ മനുഷ്യൻ. അങ്ങനെ പറയുമ്പോൾ ഓർക്കും, ഏതെങ്കിലും മക്കൾ സ്വന്തം അപ്പനെ സ്വന്തം അമ്മയെ ഇങ്ങനെ വീടിൻ്റെ പടിവാതിൽക്കൽ കൊണ്ടുപോയി കിടത്തുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പടിവാതിൽക്കലല്ല കിടത്തുക. മിക്കവാറും ഏതെങ്കിലും അനാഥാലയത്തിലോ വൃദ്ധമന്ദിരങ്ങളിലോ അല്ലെങ്കിൽ വഴിവക്കിൽ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യലാണ് പതിവ്. ഈ ധനവാനായ മനുഷ്യൻ ഇതാ തൻ്റെ അപ്പൻ ലാസറിനെ വീടിൻ്റെ പടിവാതിൽക്കൽ കിടത്തി. അങ്ങനെ പറയുമ്പോൾ ഇവർ അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണെന്ന് പറയുമ്പോൾ ചിലവർ പറയും, ഒരിക്കലും അങ്ങനെ ആകാൻ സാധ്യതയില്ല, അങ്ങനെയൊക്കെ വല്ല മക്കളും ചെയ്യുമോ എന്നൊക്കെ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആർക്കെങ്കിലും ഒരു ഒരേക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് നല്ല വേലിയോ മതിലോ ഒക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ വീടുകളിൽ പോയിട്ടോ അതല്ലെങ്കിൽ വിശുദ്ധ ധ്യാനത്തിൽ സംബന്ധിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം, സന്ധ്യാസമയത്ത് വരുമ്പം പറമ്പിൻ്റെ ഒരറ്റത്ത് പരിചയമില്ലാത്തൊരു മനുഷ്യൻ കിടക്കുന്നത് കണ്ടാൽ നമ്മൾ എന്നാ പറയും? നമ്മൾ പറയുമോ, ഓ ചേട്ടാ എന്തിനാ ഇങ്ങനെ ഈ മഴയും വെയിലും മഞ്ഞും ഒക്കെ കൊണ്ട് ഇങ്ങനെ പറമ്പിൽ കിടക്കുന്നേ? ഞങ്ങൾ വീട്ടിലില്ലായിരുന്നെങ്കിലും വീടിടിച്ച് തുറന്ന് വീട്ടിൽ ഉള്ളിൽ കയറി കിടക്കായിരുന്നില്ലേ? വീട്ടിലാണെങ്കിൽ നല്ല ഡ്യൂറോഫ്ലെക്സ് കിടക്കയുണ്ട്, അവിടെ കിടക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമോ? അത് അങ്ങനെ പറയുമോ? നേരെ മറിച്ച് എന്നാ ചെയ്യുക? ഡോബർമാൻ ഉണ്ടെങ്കിൽ അതിനെ അഴിച്ചുവിടും. ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്നാ ചെയ്യും? നേരെ പോലീസിനെ വിളിക്കും. എന്നിട്ട് പറയും, ഇതേ പരിചയമില്ലാത്ത ഒരാൾ ഞങ്ങളുടെ പറമ്പിൽ കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് പോകണം, വിളിച്ചുകൊണ്ട് പോകണം, അവിടെ നിന്ന് മാറ്റിത്തരണമെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം എവിടെയാണ് കിടന്നിരുന്നത്? പറമ്പിൽ ഒരു മൂലക്കിലൊന്നുമല്ല, നേരെ മറിച്ച് വീടിൻ്റെ പടിവാതിൽക്കലാണ്. വീടിൻ്റെ മെയിൻ വാതിലങ്ങ് തുറക്കുമ്പം നമ്മൾ ചവിട്ടിയേൽ ചവിട്ടുന്നതിന് പകരം ലാസറിൻ്റെ ശരീരത്തിലാണ് ചവിട്ടുന്നത് എന്ന പോലെയാണ് കിടക്കുന്നത്. സാധാരണ നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ സന്ധ്യയായാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പട്ടികൾ ഇങ്ങനെ വന്ന് നമ്മൾ വാതിലടച്ച് വീടിൻ്റെ ഉള്ളിൽ കയറിയ പട്ടി വന്ന് പടിവാതിൽക്ക് കിടക്കും. ഈ ലാസർ അതുപോലെയാണ് കിടന്നതിന്. ഓർക്കണം, സ്വന്തം മകൻ്റെ വീട്ടുപടിക്കൽ ഒരു കാവൽ നായയെപ്പോലെ കിടക്കേണ്ടി വരുന്ന ഒരപ്പൻ്റെ ദുരവസ്ഥ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സങ്കട കാഴ്ചകളും വേദനിപ്പിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും സംഭവങ്ങളും നമ്മുടെ കേരളത്തിലും ദേശം മുഴുവനും വർദ്ധിച്ചു വരികയല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൃദ്ധമന്ദിരങ്ങൾ കൂണുപോലെ മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അത് എത്ര പണിതാലും മതിയാകാത്ത വിധത്തിൽ വീടുകളിൽ താമസിക്കാൻ പ്രായമായ മാതാപിതാക്കൾക്ക് സ്ഥലമില്ല, സാഹചര്യമില്ലാതെ വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഓർക്കണം, ധനവാന് പേരില്ല. ധനവാനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാ? ഒരു ധനവാൻ ഉണ്ടായിരുന്ന. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നോ? അപ്പനെയും അമ്മയെയും നോക്കാനായിട്ട്, ശ്രദ്ധിക്കാനായിട്ട് മനസ്സില്ലാത്ത വ്യക്തികൾക്ക്, മക്കൾക്ക് എങ്ങനെയാ പേരുണ്ടാകുന്നത്? അവർക്ക് പേരില്ല, അവർക്ക് അഡ്രസ്സ് ഇല്ല. അതുകൊണ്ടാണ് ധനവാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ അയാൾ ചെയ്തിരുന്ന ഏതാനും ചില കാര്യങ്ങൾ. അയാൾ ചുമന്ന പട്ടുവസ്ത്രം ധരിച്ചു, മൃദുല വസ്ത്രങ്ങൾ ധരിച്ചു എന്നൊക്കെ. അതായത് വലിയ ആർഭാടത്തിൻ്റെയും വലിയ സുഖസൗകര്യങ്ങളുടെയും വലിയ സമ്പന്നതയുടെയും പ്രതീകങ്ങളാണ് ഈ ചുവന്ന പട്ടുവസ്ത്രവും മൃദുല വസ്ത്രങ്ങളും എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് മൂന്നാമതായിട്ട് ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് എന്നതാ? അയാൾ സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിച്ചിരുന്നുവെന്ന്. ആ മനുഷ്യൻ ആനന്ദം കണ്ടെത്തിയിരുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിലായിരുന്നു. എന്നാൽ ഓർക്കണം, നമുക്കൊക്കെ അറിയാം, ആനന്ദം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ്. സ്നേഹം, ആനന്ദം, സമാധാനം എന്നങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഓർക്കണം, ഇയാൾക്ക് ആത്മാവിൻ്റെ അഭിഷേകമോ ആത്മാവിൻ്റെ ഫലങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് സന്തോഷം കണ്ടെത്തിയിരുന്നത്. ഇത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം ഓർക്കണം പ്രിയപ്പെട്ടവരെ, ലാസർ എന്ന ദരിദ്രൻ അയാളുടെ പടിവാതിക്കൽ കിടന്നിരുന്നുവെന്ന്. എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ ഒട്ടും ഗൗനിക്കാത്ത വിധത്തിൽ സ്വന്തം അപ്പനെ പടിവാതിക്കൽ കിടത്തുന്നത്? കാരണം അന്നും ഇന്നും കുറേയേറെ മക്കൾക്ക് ഒരു വിചാരമുണ്ട്, ഒരാഗ്രഹമുണ്ട്. പ്രായമായ മാതാപിതാക്കൾ ഒരു ബാധ്യതയാണെന്നും അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നും അവരൊന്ന് കഴിഞ്ഞു പോയാൽ മതിയെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് മക്കളുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന എത്രയോ അധികം മാതാപിതാക്കളാണ് ഇന്ന് നമ്മുടെയൊക്കെ ദേശത്ത്, നാട്ടിലുള്ളത്. ഇനി പലപ്പോഴും വീടുകളിൽ നിന്നും പുറത്താക്കപ്പെടുന്നില്ലെങ്കിലും അനാഥമന്ദിരത്തിൽ കഴിയുന്നതിനേക്കാൾ കഷ്ടതയിലും ദുരിതത്തിലുമാണ് പല വീടുകളിലും പ്രായമായ മാതാപിതാക്കൾ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, സുഭാഷിത പുസ്തകം 20 അധ്യായം 20-ാമത്തെ വചനം, ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു വചനമാണ്. ഇനി അത് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പവഴിയും പറഞ്ഞു തരാം. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ 2020 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കറിയാം എന്താണ് ഈ 2020 എന്ന്. സുഭാഷിതം 2020 20:20 ആ വചനം ഇതാണ്: അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. എന്തുകൊണ്ടാ? 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പനയായ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പിതാവായ ദൈവം നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈ വചനവും അതുപോലെ തന്നെ ശക്തമല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പനെയും അമ്മയെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാകണം നമ്മളെന്ന്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമല്ലേ മാതാ പിതാ ഗുരു ദൈവം എന്ന്. അത്രയേറെ ഒരു മാതാപിതാക്കൾക്ക് അത്രയേറെ പ്രാധാന്യം കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വീണ്ടും വചനം നമ്മളോട് പറയുന്നു, പ്രഭാഷകൻ 7-ാം അധ്യായം 27-ാം വചനം: പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ദൈവവചനം നമുക്ക് ഏറ്റവും വ്യക്തമായി മാതാപിതാക്കളെ ആദരിക്കേണ്ടതിൻ്റെയും ബഹുമാനിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഓർക്കുക, ഈ ദൈവവചനത്തിൽ ഈ ധനവാനായ മനുഷ്യൻ സ്വന്തം അപ്പൻ പടിവാതിൽക്കലാണ് കിടക്കുന്നതെന്നുള്ള ഒരു ചിന്ത പോലുമില്ലാതെ ആ മനുഷ്യനെ കൈകാര്യം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ ലാസറിൻ്റെ ശരീരത്തിൽ വചനം പറയുന്നു, ശരീരത്തിൽ മുഴുവൻ വ്രണങ്ങൾ വന്നു നിറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? അപ്പനെ ഒന്ന് കുളിപ്പിക്കില്ല, അപ്പനെ ശ്രദ്ധിക്കില്ല, അപ്പന് ആവശ്യമായ കാര്യങ്ങൾ മേടിച്ചു കൊടുക്കില്ല,
ഒരു നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കില്ല. ഓർക്കണം, അയാൾ മൃദുല വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നെന്ന്. ഒരു നല്ല ഭക്ഷണം കൊടുക്കില്ല. എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും അദ്ദേഹത്തിന് പ്രതികൂലമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അപ്പൻ കിടക്കുന്നത് കൊണ്ടാണ് വചനത്തിൽ പറയുന്നത് അയാളുടെ ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്ന് നിറഞ്ഞിരുന്നുവെന്ന്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കറിയുകയും ചെയ്യാം, നമ്മുടെയൊക്കെ എത്രയോ വീടുകളിലാണ് ഇങ്ങനെ ഒരു തരത്തിലും മക്കളാൽ ശുശ്രൂഷ കിട്ടാതെ, പരിചരണം കിട്ടാതെ, എല്ലാ തരത്തിലും ദുഃഖിച്ചും വേദനിച്ചും വിഷമിച്ചും ശരീരം മുഴുവൻ വ്രണങ്ങളുമായി ജീവിക്കുന്ന പ്രായമായ മാതാപിതാക്കളുള്ളത്. എന്തുമാത്രം അത്തരത്തിലുള്ള ദുഃഖത്തിൻ്റെ കഥകളാണ്, സംഭവങ്ങളാണ് അനുനിമിഷവും അനുദിനവും നമ്മൾ ദിനപത്രങ്ങളിലൂടെയും മറ്റ് മീഡിയകളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു പട്ടി കൊടുക്കുന്ന, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഒരു പട്ടി കൊടുക്കുന്ന കാരുണ്യമെങ്കിലും മക്കള് മാതാപിതാക്കളോട് കാണിക്കണ്ടേ? ഈ വചനത്തിൽ പറയുന്നത് എന്നാ, നായ്ക്കൾ വന്ന് അയാളുടെ വ്രണങ്ങൾ നക്കിയിരുന്നു എന്നാണ്. നായ്ക്കൾക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അത്രയെങ്കിലും ചെയ്യുന്നു. നമുക്കൊക്കെ അറിയാം, ഒരു നായ തൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലോ മുറിവ് പറ്റിയാൽ ചെയ്യുന്നത് ഉടനെ നക്കി ഉണക്കാൻ നോക്കും. നായ്ക്കൾ വന്ന് ഈ ലാസറിൻ്റെ ശരീരത്തിലെ വ്രണങ്ങൾ നക്കിയിരുന്നു. അതുങ്ങൾക്ക് പോലും അറിയാം ഇദ്ദേഹത്തിന് പരിചരണം ആവശ്യമുണ്ട് എന്ന്. ഇങ്ങനെ അവശനായി കിടക്കുന്ന ഈ പ്രായമായ ലാസർ എന്ന മനുഷ്യന് പരിചരണവും ശുശ്രൂഷയും വേണമെന്ന് വെറുമൊരു മൃഗമായ ആ നായ്ക്കൾക്ക് പോലും അറിയാം. മക്കളോ, ഇരുകാലികളായിട്ടുള്ളവരോ, അവര് വീടിൻ്റെ ഉള്ളിൽ സുഖശീതളമയിൽ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാണ് നമ്മുടെയൊക്കെ വീടുകളിലും ഈ ദേശത്തും സന്തോഷവും സമാധാനവും ഉണ്ടാവുക? വചനം നമുക്ക് ഇങ്ങനെയല്ലേ പറഞ്ഞു തരുന്നത്? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-52 വചനം, പിന്നെ അവൻ അവരോടുകൂടി പുറപ്പെട്ട് അവർക്ക് വിധേയനായി ജീവിച്ചു എന്നാണ് ബാലനായ യേശുവിനെ കുറിച്ച് പറയുന്നത്. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ദൈവവചനം പറയുന്നു, 7-ാം അധ്യായം 27-ാം വചനം, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കണമെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ കർത്തവ്യവും ഉത്തരവാദിത്വമാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുക, പ്രത്യേകിച്ചും പ്രായമായി കഴിയുമ്പോൾ അവരെയൊക്കെ കാത്ത് പരിപാലിക്കുക എന്നുള്ളത്. ഈ ആരാധനാ സമയത്ത് നമുക്ക് കർത്താവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ ദേശത്ത് ധാരാളം മാതാപിതാക്കൾ ഇങ്ങനെ വേദനിച്ച് കഴിയുന്നുണ്ട്. അനാഥാലയങ്ങളിൽ, വഴിവക്കുകളിൽ, വൃദ്ധമന്ദിരങ്ങളിൽ, നഴ്സിംഗ് ഹോമുകളിൽ, വീടുകളിൽ ആരോരുമില്ലാതെ അല്പം സ്നേഹമോ സന്തോഷമോ പരിചരണമോ ഒന്നും കിട്ടാതെ ധാരാളം ആളുകൾ ഇങ്ങനെ കഴിയുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ തിരുനാമം വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് അവരെയൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും 2 കൈകളും ഇങ്ങനെ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, മാതാപിതാക്കൾക്ക് സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളിലേക്ക് കർത്താവെ അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ അവരിലേക്കൊക്കെ എത്തിച്ചേരാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കൈകളും യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോരുത്തരെ സ്വരങ്ങൾ ഉയർന്നു കേൾക്കട്ടെ. നമ്മുടെയൊക്കെ ഭവനങ്ങൾ സന്തോഷത്തിന്റെ ഭവനങ്ങളായി തീരാൻ, നമ്മുടെയൊക്കെ ഭവനങ്ങൾ അനുഗ്രഹത്തിന്റെ ഭവനങ്ങളായി തീരാൻ, മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കുടുംബങ്ങളായി തീരാൻ ഇടയാകട്ടെ. സുഭാഷിത പുസ്തകം 1-ാം അധ്യായം 18-ാം വചനത്തിലൂടെ ദൈവമായ കർത്താവ് ഓരോ മക്കളെയും ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്: മകനെ, നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിൻ്റെ ഉപദേശം തിരസ്കരിക്കരുത്.
മാതാവിൻ്റെ ഉപദേശം തിരസ്കരിക്കരുത്. ഇരു കരങ്ങളും ഉയർത്തുക. ഏതെങ്കിലുമൊക്കെ വീടുകളിൽ വേദനിച്ച് കഴിയുന്ന ഓരോ മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. അനേകം ഭവനങ്ങളിൽ ആരാലും ശ്രദ്ധിക്കാതെ, ആരിൽ നിന്നും സ്നേഹം കിട്ടാതെ, ഒരു പരിചരണം കിട്ടാതെ കഴിയുന്ന വൃദ്ധരായ മാതാപിതാക്കളിലേക്ക് ഈ നിമിഷം കർത്താവെ അങ്ങയുടെ ശക്തി എത്തിച്ചേരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം എത്തിച്ചേരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോരുമില്ലാതെ അലയുന്ന വൃദ്ധരായ മാതാപിതാക്കളെ കർത്താവെ അവരുടെ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കണമേ, അവരുടെ മനസ്സിന് ആശ്വാസം കൊടുക്കണമേ. കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എല്ലാവരും കരങ്ങൾ കൂപ്പാം. കർത്താവേ, അനേകം വൃദ്ധമന്ദിരങ്ങളിൽ കഴിയുന്ന നൂറുകണക്കിനും ആയിരക്കണക്കിനുമായ വൃദ്ധരായ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നുതമ്പുരാനെ, അവർക്കാർക്കും മക്കളില്ലാത്തത് കൊണ്ടല്ല പ്രായമേറെ ആയപ്പോൾ വൃദ്ധാലയങ്ങളിൽ ചെന്ന്, ഓൾഡ് ഏജ് ഹോമുകളിൽ ചെന്ന് താമസിക്കേണ്ടി വരുന്നത്. മക്കൾക്ക് അവരെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് കർത്താവേ. പ്രായമായ മാതാപിതാക്കളെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ പലപ്പോഴും മക്കൾക്ക് ഒട്ടും ഇഷ്ടമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് അവരൊക്കെ ഒഴിവായി കിട്ടിയാൽ മതിയെന്നാണ് പലപ്പോഴും ഒത്തിരിയേറെ മക്കൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും. കർത്താവെ, പണം കൊടുത്ത് വൃദ്ധരായ മാതാപിതാക്കളെ ഏതെങ്കിലുമൊക്കെ അനാഥാലയങ്ങളിലും ഓൾഡ് ഏജ് ഹോമുകളിലും കൊണ്ടയാക്കുന്നു. എന്നിട്ട് മക്കളൊന്ന് തിരിഞ്ഞു നോക്കുക പോലുമില്ല. എന്നും കണ്ണുനീരോടെ, എന്നും വലിയ സങ്കടത്തോടെ മക്കൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിറ കണ്ണുകളുമായി നോക്കിയിരിക്കുന്ന എന്തുമാത്രം മാതാപിതാക്കളാണ് അനേകം വൃദ്ധാലയങ്ങളിലുള്ളത്. അവരെ ഒക്കെ സമർപ്പിച്ച് മക്കളെ നമുക്ക് കർത്താവിൻ്റെ കൈകളിലേക്ക് അവരെ സമർപ്പിക്കാം. അവരുടെ ഹൃദയത്തിന് ഒരാശ്വാസം കിട്ടാനായിട്ട്, അവരുടെ ഹൃദയത്തിന് ഒരു രക്ഷ കിട്ടാനായിട്ട്, അവരുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടാനായിട്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം വചനം പറയുന്ന ഇങ്ങനെയല്ലേ: പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. രണ്ട് കൈകളും ഉയർത്തുക, ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ തഴയപ്പെട്ടും ഒറ്റപ്പെട്ടും കഴിയുന്ന എല്ലാ വൃദ്ധ മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരാശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ മനസ്സുകൾക്ക് ഒരാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ചൊന്ന് വിളിച്ച് മക്കളെ, ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. കരമുയർത്തി, സ്വരമുയർത്തി എല്ലാവർക്കും വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എല്ലാവരും ചേർന്ന് ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാലപിക്കാം. കരങ്ങൾ കൂപ്പി മുട്ടുകൾ കുത്തുക. മുട്ടുകൾ കുത്തി നിന്നുകൊണ്ട് രണ്ട് കൈകളും തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. മക്കളെ ഓർക്കുക, കർത്താവ് അനുഗ്രഹിച്ചാൽ ഓരോ മാതാപിതാക്കളും അനുഗ്രഹിക്കപ്പെടും. ഈശോ ആശീർവദിച്ചു കഴിയുമ്പോൾ ഓരോ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് സങ്കടങ്ങൾ മാറിപ്പോകും, ദുഃഖങ്ങൾ എടുത്തു കളയപ്പെടും. എല്ലാവരും കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയാൻ ഇടയാകട്ടെ.
മക്കൾ നോക്കുന്നില്ലല്ലോ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ള വലിയ സങ്കടമുള്ളവര് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം കൊണ്ട് നമുക്ക് അഭിഷേകമുള്ളവരായി തീരാം, അനുഗ്രഹമുള്ളവരായി തീരാം. ഇരു കരങ്ങളും തുറന്നു പിടിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ